ഒരുപാട് അതിക്രമങ്ങളാണ് സൊസൈറ്റിയിൽ. പണം അടച്ചവന് കിട്ടാനില്ല, മരുന്നില്ല, ഇങ്ങനെയുള്ള പല പ്രോബ്ലങ്ങളാണ്. മനസ്സിലായ? അതുകൊണ്ടിട്ട് മൊത്തം ഇവരാകപ്പാടെ വികസനം എന്ന് പറയുന്നത്. ഈ മെയിൻ റോഡല്ലാതെ ഉള്ളു റോഡൊന്നും ഒരു വികസനവും ഇല്ല. ഇല്ല എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ആഴ്ചയിലൊരിക്കലും പൈപ്പ് അവിടെ പൊട്ടി തിരിഞ്ഞു നോക്കൂല. കംപ്ലൈന്റ് ചെന്നാലേ പിന്നെ തിരിഞ്ഞു നോക്കുള്ളൂ. റോഡൊക്കെ എങ്ങനെയുണ്ട്? റോഡ് ഈ സിറ്റിയിൽ കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലോട്ട് കയറിയിട്ട് അങ്ങാട് കമലേശ്വരം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് കുണ്ടും കുഴിയും തന്നെ. ഈ തെരുവുനായുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ. അപ്പം ചേട്ടന്റെ വോട്ട് ആർക്കാ? എൻ്റെ വോട്ട് കോൺഗ്രസിനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിൽ തന്നെ എൻ്റെ വോട്ട് ഇനി കോൺഗ്രസിനാണ്. ഇവരെന്താന്ന് വെച്ചാൽ ഒരു പണമുള്ളവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയായി പോയി. LDF ഗവൺമെന്റ് തുടർ ഭരണം എന്ന് പറയുന്നുണ്ട്. അത് വരാൻ സാധ്യത പറയാൻ നോക്കൂല. രണ്ടും ഘട്ട പരുവത്തിലാണ് നിൽക്കുന്നത്. രണ്ടും ഘട്ട പരുവത്തിലാണ് ഈ പ്രാവശ്യത്തെ ഭരണം എന്നാണ് ചേട്ടൻ പറയുന്നത്. രണ്ടും ഘട്ട ഭരണം. UDF വരും. UDF ജയിക്കും. BJP സീറ്റ് പിടിക്കും. കുറച്ച് BJP പിടിക്കും. അങ്ങനെ BJP പിടിക്കും. ഇടതിന് ഹോപ്പ് കുറവാണ്. CP ജോൺ ആണ് ജയിക്കാൻ സാധ്യത പലരും പറയുന്നു. നേരാണോ? പറയണം. CP ജോൺ ജയിക്കും. അങ്ങനെ പറയാൻ കാരണമില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് തോന്നുന്നു. കുറച്ചുകൂടെ പുള്ളിക്ക് കുറച്ചുകൂടെ ഇതുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ സാധിക്കും. അപ്പൊ CP ജോൺ ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? ജോൺ തന്നെയാണെന്നാ പറയുന്നത്. ഉറപ്പ്. കാരണം രാഷ്ട്രീയത്തിനുപരി ആന്റണി രാജുവിന്റെ ചില ഇപ്പോഴത്തെ ഈ വിവാദം നിലനിൽക്കുന്നതുകൊണ്ട് ജോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ആർക്കാ? കോൺഗ്രസിന് സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാ? ജോൺ. എല്ലാവരും പറയുന്നു ജോൺ ജയിക്കുമോ? ജയിക്കും. ജോൺ ജയിക്കുന്ന ആണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും CP ജോൺ ജയിക്കുന്നു എന്ന് പറയാൻ കാരണമില്ല? CP ജോണിനാണ് കൂടുതലും വോട്ടിന്റെ ഇത് പറഞ്ഞത്. വോട്ട് കൂടുതൽ വരാൻ സാധ്യതയുള്ള CP ജോണിനാണ്. ഒരാൾ ഒരേ പാർട്ടി തന്നെ ഭരിച്ചുകൊണ്ടിരുന്നാൽ ഒരു വികസനം ശരിയായിട്ട് നടക്കത്തില്ലല്ലോ. സ്വതന്ത്രോ അല്ലെങ്കിൽ ഐക്യമോ കൂട്ടുഭരണോ മാറ്റം വരണം. അപ്പോൾ UDF വരും. UDF വന്നാൽ കൊള്ളാം. എന്നാൽ കൊള്ളാം.